Hello everyone, welcome back. Yet again another episode with me. As I have said, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ലാസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ വളരെയധികം ഈസി ആയിരിക്കും. അത് കണ്ടിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ല ഈസി ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഒരു ചെറിയ കാര്യം മാത്രമേ ഇവിടെ നമ്മൾ ഓർത്തിരിക്കാനുള്ളൂ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് മാത്രം ഓർത്തിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ എന്താണെന്ന് നമുക്കറിയാം. ഈസ് ആർ ആർ പ്ലസ് ഐ എൻ ജി ഓഫ് വെർബ്. മറ്റേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഓഫ് വെർബ്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ 2 സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. രണ്ടും സിമിലർ ആണ്, സെയിം ആക്ഷൻ ആണ് 2 സെൻറ്റൻസസിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ്, ഐ ആം റീഡിങ് എ നോവൽ. സിംപ്ലി സെൻറ്റൻസ് ഇതാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കിയിട്ടില്ല. ഐ ആം റീഡിങ് എ നോവൽ. വാട്ട് ആർ യു ഡൂയിങ് നൗ? ഐ ആം റീഡിങ് എ നോവൽ. ഞാൻ നോവൽ വായിക്കുകയാണ്. സെക്കൻഡ് സെൻറ്റൻസ്, ഐ ഹാവ് ബീൻ റീഡിങ് എ നോവൽ ഫോർ 2 hours. ഞാൻ ഒരു നോവൽ വായിക്കുകയാണ് 2 മണിക്കൂറായിട്ട്. അവിടെയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ ഐ ആം റീഡിങ് എ നോവൽ എന്ന് പറയുമ്പോൾ ഇവിടെ റീഡിങ് എന്ന് പറയുന്ന ആക്ഷൻ മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. റീഡിങ് എന്നുള്ള ആക്ഷൻ. സോ എംഫസിസ് ഓൺ ദിസ് ആക്ഷൻ. എത്ര നേരമെന്നോ വേറെ ഒന്നും അവിടെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ആകെ നമ്മൾ പറയുന്നത് റീഡിങ് എന്നുള്ള ആക്ഷനെ മാത്രമാണ് സ്ട്രെസ് ചെയ്ത്. എന്ത് ചെയ്യുന്നു? ഞാൻ വായിക്കുകയാണ്. രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വരുമ്പം വായിക്കുകയാണ്, ബട്ട് അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? എത്ര നേരമായിട്ട് വായിക്കുന്നു, ഡ്യൂറേഷനെയാണ് അവിടെ സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഓൾറെഡി നമുക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിന് മുൻപ് നമുക്കൊരു ഡിഫറൻസ് അറിയാം. എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ നടക്കുന്നതാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടരുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് പിന്നെയും ചെറിയ കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. ഒരിക്കലും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്താൽ ദറ്റ് ഈസ് റോങ്. പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം റീഡിങ് എ നോവൽ ഫോർ 2 hours എന്ന് പറഞ്ഞാൽ ദ സെൻറ്റൻസ് ഈസ് റോങ്, ഗ്രമറ്റിക്കലി റോങ്. ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പറയേണ്ടത് ഹാവ് ബീൻ റീഡിങ് എന്നേ പറയാവുള്ളൂ. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസേ പറയാവുള്ളൂ. ഫോർ 2 hours എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷനെയാണ് സ്ട്രെസ് ചെയ്തത്. അനദർ എക്സാമ്പിൾ, ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യു, ഗോ ഫാസ്റ്റ്. അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പെട്ടെന്ന് പോകൂ. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 7 AM. അവൾ നിനക്ക് വേണ്ടി 7 മണി തൊട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ എപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടി എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്തു എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എംഫസിസ് ഈസ് ഓൺ ആക്ഷൻ. In present perfect continuous tense, emphasis is on duration. That's all. Thank you.